വെടിനിർത്തൽ ധാരണയിലേക്ക് അമേരിക്കയും ഇറാനും. ഹോർമുസിലെ നാവിക ഉപരോധം അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച് ട്രംപ്. ഹോർമുസിൽ കുടുങ്ങിയ കപ്പലുകൾക്ക് വീടുകളിലേക്ക് മടങ്ങാമെന്ന് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ്. പകരം ഇറാൻ ഹോർമുസ് തുറക്കണം, ടോൾ പാടില്ല. അന്തിമ കരാറിന് വൈറ്റ് ഹൌസ് സിറ്റുവേഷൻ റൂമിൽ തിരക്കിട്ട ചർച്ചകൾ. പിണറായി വിജയന്റെ വീട്ടിലെ ഇഡി റെയ്ഡിൽ മൗനം വെടിഞ്ഞ് മുഖ്യമന്ത്രി. കേന്ദ്ര ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസാണ് ആണല്ലോ. അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് അവർ നടപടികൾ സ്വീകരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ഇതിന്റെ അകത്ത് എന്ത് റോളാണ്? ഒരു റോളും ഇല്ല. സംസ്ഥാന ഗവൺമെന്റ് ഞങ്ങളെ അറിയിച്ചിട്ട് പോലുമില്ല. ഇഡി അന്വേഷണത്തിൽ ഇടപെടാൻ സർക്കാരിന് റോളില്ല. റെയ്ഡ് മോദിയെ കണ്ടതിന് പിന്നാലെയെന്ന ആരോപണത്തിൽ പരിഹാസം. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, പിണറായി വിജയന്റെ വീടൊന്ന് റെയ്ഡ് ചെയ്യണം നാളെ ഇഡിയെ കൊണ്ട്. അപ്പൊ ഉടനെ മോഡി അപ്പൊ തന്നെ ഫോൺ എടുത്ത് കുത്തി. എന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ സതീശൻ വന്നിട്ട് ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞ നാളെ രാവിലെ കംപ്ലീറ്റ് സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു സ്ഥലത്ത് പോരാ, 12 സ്ഥലത്ത് ചെയ്യണം. ആ സതീശൻ പറഞ്ഞേക്കണത് 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യാന്നാ പറഞ്ഞേക്കണത്. അങ്ങനെ 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്തു. ഇത് മുൻ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ വരെ വന്ന് പത്രക്കാരോട് പറയാണ്. ഞാൻ ചിരിക്കണോ അല്ലെ കരയണോ? നടന്നത് സമാധാന പ്രതിഷേധമാണെന്ന് പിണറായി വിജയൻ. വീണയ്ക്ക് ഇഡി ഉടൻ സമൻസ് അയച്ചേക്കും. ക്ഷേമ പെൻഷൻ 3000 രൂപയായി ഉയർത്തുമെന്ന് നയപ്രഖ്യാപനം. എല്ലാ കുടുംബങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ്. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി. നയപ്രഖ്യാപനം നയരാഹിത്യമെന്ന് പ്രതിപക്ഷ നേതാവ്. നിയമസഭയിൽ വന്ദേ മാതരം ആലപിച്ചതിൽ വിവാദം. അതൃപ്തി പരസ്യമാക്കി ഗവർണർ. വരികൾ ഒഴിവാക്കിയതിനെ പിന്തുണച്ച പിണറായി വിജയൻ. വന്ദേ മാതരത്തെ അവഹേളിച്ചുവെന്ന് BJP. അൻസിബയുടെ പരാതി പോലീസ് മേധാവിക്ക് കൈമാറി. അമ്മയിൽ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിൽ പരിമിതിയുണ്ടെന്ന് PC വിശ്വനാഥ്. പ്രസിഡന്റും സെക്രട്ടറിയും തമ്മിൽ ഏകോപനമില്ല എന്ന് എക്സിക്യൂട്ടീവ് യോഗം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കൾ കാണാതായ സംഭവത്തിൽ പോലീസും ക്ഷേത്ര ഭരണസമിതിയും തമ്മിൽ ഭിന്നത. സ്വർണ്ണക്കട്ടികൾ അടക്കം നഷ്ടപ്പെട്ടെന്നതിൽ ഉറച്ച പോലീസ്. ക്ഷേത്ര കമ്മിറ്റിയോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടെന്ന് K മുരളീധരൻ. ലോകകപ്പിനുള്ള അർജന്റീന ടീമിനെ പ്രഖ്യാപിച്ചു. ലയണൽ മെസ്സി തന്നെ നായകൻ. ഇതിഹാസ താരം ഒരുങ്ങുന്നത് 6ാം ലോകകപ്പിനായി. എമി മാർട്ടിനസ് ഗോൾ കീപ്പർ. ബ്രസീലിന് തിരിച്ചടിയായി നെയ്മറിന്റെ പരിക്ക്.